പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സോയ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് കാണാം. അതിനായി ഞാനിവിടെ 150 ഗ്രാം സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 20 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ സോയ ചങ്ക്സ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിൽ 3 തവണ കഴുകിയെടുക്കാം. നമ്മളിത് നന്നായി കഴുകിയെടുത്ത ശേഷം പിഴിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. നമ്മൾ എടുക്കുന്ന സോയ ചങ്ക്സിൻ്റെ അളവിനനുസരിച്ച് മസാലയുടെ അളവിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം മസാലകളൊക്കെ ഇതിനകത്ത് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് അല്പം വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അല്പമായി ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ സോയ ചങ്ക്സ് ഏകദേശം ഇവിടെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ സോയ ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സോയ ഫ്രൈ ചെയ്തെടുത്ത് ആ വെളിച്ചെണ്ണയിൽ നിന്ന് അല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 2.5 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 100 ml അളവിൽ വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് സമയത്തേക്ക് നമുക്കത് അടച്ചു വെച്ച് അതിനുശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.